തമിഴ്നാട് തൂത്തുക്കുടിയിൽ കബഡി മത്സരത്തിൽ ജയിച്ച ദളിത് വിദ്യാർത്ഥിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. 11ാം ക്ലാസ് വിദ്യാർത്ഥി ദേവേന്ദ്ര രാജയെയാണ് ബസ്സിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിയത്. വിദ്യാർത്ഥിയുടെ വിരലുകൾ അറ്റുപോയി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു ഈ വാർത്ത. ഈ ആദ്യം വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്, ആശുപത്രിയിൽ നിന്ന് എന്താണ് വിവരം, പിന്നെ ഇതെന്താണ്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുകൂടി. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ അരിയനാഗപുരം എന്ന് പറയുന്ന സ്ഥലം, അരിയനാഗപുരം എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. 11ാം ക്ലാസ് വിദ്യാർത്ഥി ദേവേന്ദ്ര രാജയാണ് ബസ്സിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ സ്ഥലത്ത് സ്ഥിരമായി കബഡി മത്സരം നടക്കാറുള്ള സ്ഥലമാണ്. അതായത് ഈ രണ്ട് ഗ്രാമങ്ങൾ തമ്മിലൊക്കെ കബഡി മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലൊരു മത്സരം നടക്കുന്നു. അവിടെ ഈ ദളിത് വിദ്യാർത്ഥി നേതൃത്വം നൽകിയ ഒരു ടീം അവരുടെ ഗ്രാമം ജയിക്കുന്നു. ഈ മറ്റ് മേൽജാതിക്കാർ മത്സരിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു പ്രബല വിഭാഗം മത്സരിക്കുന്ന ടീം പരാജയപ്പെടുകയാണ്. ഇതിന്റെ പകയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ 11ാം ക്ലാസ് വിദ്യാർത്ഥി ദേവേന്ദ്ര രാജ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചാണ് 3 പേർ ചേർന്ന് ഈ കുട്ടിയെ, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചിറക്കുന്നത്. ശേഷം ഇദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചിട്ടുണ്ട്. കത്തി ഉപയോഗിച്ച് കുത്തി എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പ്രതിയുടെ പേര് ലക്ഷ്മണൻ എന്നാണ്. 19കാരനാണ് പ്രതി. ശേഷം പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതി കൂടി ഉണ്ട് എന്നുള്ള വിവരവും പോലീസിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവർ റോഡിലേക്ക് ഈ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചിറക്കുന്നു. ശേഷം വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥിയുടെ ശരീരം മുഴുവൻ മുറിവുകളുണ്ട്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചത്. പക്ഷേ സ്ഥിതി ഗുരുതരമായതിനാൽ തന്നെ ഇപ്പോൾ തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ICUയിലാണ് ഈ കുട്ടിയുള്ളത്. എന്തായാലും ജാതിയുടെ പേരിലുള്ള കൊലപാതകമാണ്, രാഷ്ട്രീയ പ്രതികരണങ്ങളും അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള ആക്രമണമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ആക്രമണങ്ങളൊക്കെ ഈ ജാതിയുടെ പേരിൽ നടക്കുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ അതിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും 2025 ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലത്തും ഈ മേൽജാതി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരിക, മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറയേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ എന്താ പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മാത്രമല്ല, കബഡി മത്സരത്തിൽ വിജയിച്ചതിനാണ് ബസ്സിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. ഇപ്പോൾ കൈവിരലുകൾ അറ്റുപോയിട്ടുണ്ട്. എന്തായാലും നഷ്ടം ആ കുട്ടിക്ക് തന്നെയാണ്. വിദ്യാർത്ഥിയാണ്, പാവം. എന്തായാലും ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് വിരലുകൾ പിടിപ്പിക്കാനൊക്കെ, പക്ഷെ അതിന്റെ സമയം അതൊക്കെ ഉണ്ട്. അറ്റുപോയ വിരലുകൾ, ദിവസങ്ങൾ അനുഭവിക്കുന്ന വേദന, വിഷമം, ഇതൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. എത്ര വർഷം പിന്നിലാണ് നമ്മളെന്ന് തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിൽ നമുക്ക് അത്രയധികം കഴകം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വാർത്തകളൊക്കെ, ആചാരങ്ങൾ, ചടങ്ങുകൾ എന്നൊക്കെ പലരും പറയുമെങ്കിലും ഈ ജാതീയതയെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക പോലും ചെയ്യേണ്ടാത്ത, അങ്ങനെ നമ്മൾ എത്തേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ജാതീയതയെ കുറിച്ചൊക്കെ മിണ്ടിയാൽ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഉള്ളിൽ ഉറച്ചു പോയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ അത്തരം ചിന്തകൾ എന്നുള്ളതാണ്.